SK24 പേഴ്സൺ ഓഫ് ദ ഇയർ പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ പോയ വർഷം കഴിഞ്ഞു പോകുന്ന ഏതാനും 2 മണിക്കൂർ മാത്രം ബാക്കിയുള്ള ഈ വർഷം, എരിഞ്ഞടങ്ങാൻ 2 മണിക്കൂർ ബാക്കിയുള്ള ഈ വർഷം SKN ഒരുപാട് പേർ വാർത്തകൾ നിറഞ്ഞു. പല സംഭവങ്ങളുടെ പേര് വാർത്തകൾ നിറഞ്ഞു. വാർത്തകൾക്കപ്പുറം ജനം നെഞ്ചേറ്റ മനുഷ്യന്മാരുണ്ട്, ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അതിൽ നമ്മുടെ 24 പേഴ്സൺ ഓഫ് ദ ഇയറെ തിരഞ്ഞെടുത്ത പ്രേക്ഷകരാണ്. നമ്മുടെ സ്ക്രീനിൽ കണ്ട നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് അവർ പറയുന്ന ഒരു പേരുണ്ട്. സ്കാൻ പറയട്ടെ. ഓർമ്മയുണ്ടോ എന്നറിയില്ല. നമുക്ക് ഈ പടം ഒന്ന് കാണാം. അത് കാണാം. Yes, 24 person of the year മോഹൻലാൽ. മലയാളത്തിന് നടന വൈഭവം മോഹൻലാൽ. അത് ആഷ്മി, ഇന്ന് നമുക്ക് ഈ സന്തോഷം അദ്ദേഹത്തോട് നേരിട്ട് വിളിച്ച് പറയാമായിരുന്നു. ഇന്നത്തെ ദിവസം അതിന് പറ്റിയതല്ല. എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ സംസ്കാര കർമ്മങ്ങളൊക്കെ തിരുവനന്തപുരത്ത് മുടവൻ മുകളിൽ നടന്നത്. എന്തായാലും ലാലേട്ട, അങ്ങയുടെ വിഷമത്തിൽ ഞങ്ങളും ഉണ്ട്. ഒരുപാട് പേർക്ക് വോട്ടൊക്കെ വന്നിരുന്നു, പക്ഷെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വോട്ട് ചെയ്തത് മോഹൻലാലിനാണ്. ഏതാണ്ട് 48 മണിക്കൂർ നമ്മൾ തുടർച്ചയായി നമ്മളുടെ QR കോഡ് സ്ക്രീനിലുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ വലിയ പ്രതികരണവും അതിനോടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അത് മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം നമ്മൾ വളരെ സാധാരണഗതിയിൽ പറയുന്ന ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം അത് കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ എനിക്ക് തോന്നുന്നു 2025 മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു എല്ലാ തരത്തിലും. ഇപ്പം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ്, മികച്ച ചിത്രങ്ങൾ, അങ്ങനെ വലിയ അംഗീകാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന് ഈ ഒടുവിൽ ഈ വർഷത്തിന്റെ അവസാനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടവും ഉണ്ടായി എന്നതും കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ സങ്കടത്തോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ അല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിനെ അതെ അതെ, തീർച്ചയായിട്ടും അമ്മയുടെ വിരഹം, വേർപാട് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ന്യൂ ഇയർ ബ്ലാസ്റ്റ് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ പകരമൊക്കെ ഒരുപാട് അമ്മയെക്കുറിച്ച് പറഞ്ഞു.